പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ ഓപ്ഷണൽ മൊഡ്യൂൾ 1 ചാപ്റ്റർ 32A. ഇതിൽ 2 ഓപ്ഷണൽ മൊഡ്യൂൾ എയും ബിയും വരുന്നുണ്ട്. അതിലാദ്യം എ ഭാഗമാണ് എടുക്കുന്നത്. അതിൽ 32ാമത്തെ ചാപ്റ്ററാണ് ഫസ്റ്റ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ്, സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ സൊസൈറ്റി, എ സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മെൻഷൻ ദ ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഗ്രൗണ്ട് ഓഫ് സെക്സ്. ലിംഗവിവേചനം തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15 ഒന്നാണ് ലിംഗവിവേചനം തടയുന്ന വകുപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ 2 ഗ്രേറ്റ് എപ്പിക് ഓഫ് ഹിന്ദു മതത്തിലെ 2 ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് മഹാഭാരതം, 2 രാമായണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ് ദ സതി പ്രൊഹിബിഷൻ ആക്ട്? സതി നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം പാസാക്കിയ വർഷം 1829. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് മോഡേൺ പീരീഡ് സ്റ്റാർട്ട്? ആധുനിക കാലഘട്ടം ആരംഭിച്ചത് എന്നു മുതലാണ്? 19ാം നൂറ്റാണ്ട് മുതലാണ് ആരംഭിച്ചത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വിമൺ സ്റ്റാറ്റസ്. സ്ത്രീകളുടെ പദവി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വഹിച്ച പങ്കെന്താണ്? ഇദ്ദേഹം ഒരു പരിഷ്കരണ പ്രസ്ഥാന നായകനാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യയിലെ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വളരെയേറെയാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിധവാ വിവാഹം വളരെ അപൂർവമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീക്ക് മറ്റൊരു ജീവിതം ഇല്ലാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇടപെട്ടുകൊണ്ട് ധാരാളം പുനർവിവാഹങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിധവകൾ, പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വിധവകളായി തീർന്ന ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകൾ നിരവധി അവഗണനകളും കഷ്ടപ്പാടുകളും സഹിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ വിധവാ പുനർവിവാഹം എന്നത് തീർത്തും നിഷിദ്ധമായ ഒന്നായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തൻ്റെ പ്രയത്നഫലമായിട്ട് 1856 വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടത്. അപ്പോൾ വിധവാ പുനർവിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് സോഷ്യൽ റിഫോമർ ഓഫ് ജ്യോതിബ ഫുലെ എബൌട്ട് ഹിസ് ആക്ടിവിറ്റീസ് ഫോർ വിമൺ. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ജ്യോതിബ ഫുലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ നോക്കൂ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിബ ഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. 1848 അദ്ദേഹം പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1848 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1852 ദലിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്കൂളും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. 1852 ദലിത് പെൺകുട്ടികൾക്കായി ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അതുകൂടാതെ വിധവാ പുനർവിവാഹത്തെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ തന്നെ ഇദ്ദേഹവും ജ്യോതിബ ഫുലെയും വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിധവകളായ സ്ത്രീകളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ജ്യോതിബ ഫുലെ ഒരു ആലയം തന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ത്രീകൾ
വിദ്യാഭ്യാസത്തിനായി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി പ്രോത്സാഹനങ്ങൾ നൽകിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ജ്യോതി ബാഫുലെ. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിവിധ സംഭാവനകൾ നടത്തിയ വ്യക്തിയാണ് ജ്യോതി ബാഫുലെ. ഇനി നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൺ ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്. സ്ത്രീകളുടെ പദവി ആദ്യ വേദകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നുവെന്ന് വിശദീകരിക്കുക. സ്ത്രീകളുടെ പദവിക്ക് എല്ലാ സമൂഹങ്ങളിലും അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. മറ്റെല്ലായിടത്തും എന്നതുപോലെ തന്നെ ഇന്ത്യയിലും പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായാണ് കാണുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിലും ആധുനിക കാലഘട്ടങ്ങളിലാണെങ്കിലും പിന്നെ കുടുംബത്തിലാണെങ്കിലും പൊതുസമൂഹങ്ങളിലാണെങ്കിലും എല്ലാവിടെ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾ ഒരു രണ്ടാംകിട പൗരന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് താഴെ ഒരു വിവേചനത്തോടു കൂടെയാണ് എല്ലാ കാലങ്ങളിലും അവരെ കണ്ടിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ പൊതുവെ ഭർത്താവും ഭർത്തൃമാതാപിതാക്കളും അവരെ അടിമകളെ പോലെ കണക്കാക്കുന്നു. ഭാര്യ ഒരു സ്ത്രീയുടെ ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ഒക്കെ ഇവരെ സ്ത്രീകളെ അടിമകളെ പോലെയാണ് കണക്കാക്കുന്നത്. വീട്ടിലെ ജോലികൾ എടുക്കുവാനുള്ള തൊഴിലുകൾ എടുക്കാനുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സ്ത്രീകളെ കാണാറുള്ളത്. മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉന്നത പദവിയുള്ളതായി കാണുവാൻ സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും അവൾക്ക് അത് നേടുവാൻ ആയിട്ടില്ല. ഏത് മതഗ്രന്ഥങ്ങളിൽ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ധാരാളം പദവിയുണ്ട് എന്ന് രേഖകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പ്രവൃത്തിയിൽ വരാറില്ല. സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദൈവം വസിക്കുന്നുവെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. മതവിശ്വാസികൾക്ക് വിരുദ്ധമായാണ് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളോടുള്ള സമീപനം കൂടെ ഉണ്ടാകുന്നത്. ഇനി സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിലെയും വേദ കാലഘട്ടത്തിലെ ആണ് പറയുന്നത്. അതിൽ 2 കാലഘട്ടം. ഒന്നാമത്തത് പ്രാചീന കാലഘട്ടം, അതായത് ഋഗ്വേദ കാലഘട്ടം. രണ്ടാമത്തത് പിൽക്കാല വേദ കാലഘട്ടം. ഈ 2 കാലഘട്ടങ്ങളിലെയും സ്ത്രീകളുടെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഋഗ്വേദ കാലഘട്ടമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിലൊന്നാണ് ഋഗ്വേദ കാലഘട്ടം, അതായത് പ്രാചീന കാലഘട്ടം. പ്രത്യേകിച്ച് വേദ കാലഘട്ടത്തിൻ്റെ ആരംഭം. ഈ കാലഘട്ടത്തിൽ പുരുഷന് തുല്യമായൊരു സ്ഥാനം സ്ത്രീകൾക്കും സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് സാഹിത്യപരവും ചരിത്രപരവുമായിട്ടുള്ള ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന പുരുഷന്മാർക്കുണ്ടായിരുന്ന അതേ പദവി സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നു. പെൺകുട്ടികളുടെ പിതാക്കന്മാരെ ഋഗ്വേദം പ്രശംസിക്കുന്നുണ്ട്. അക്കാലത്ത് വേദപഠനത്തിന് മുമ്പായി ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും ഉപനയ കർമ്മം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ഋഗ്വേദ കാലഘട്ടങ്ങളിൽ വളരെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഗാർഗി, മൈത്രേയി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേദ പണ്ഡിതകളായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതം നിർബന്ധമായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമായിരുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിവാഹിതരായിട്ട് തുടരുവാനുള്ള സ്വാതന്ത്ര്യം കൂടെ സ്ത്രീകൾക്ക് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വിവാഹത്തിന് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. എങ്കിലും സാധാരണയായിട്ട് വിവാഹപ്രായം 14നും 17നും മധ്യയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മാത്രമല്ല, ഇനി വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ വേദകാലത്ത് ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ വരെ അവർക്ക് ഇടപെടുവാനുള്ള സ്വാതന്ത്ര്യം പോലും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമായിരുന്നു. പുനർവിവാഹം നടത്താമായിരുന്നു. നിയോഗ എന്ന വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് വളരെയധികം പരാമർശം കാണുവാൻ സാധിക്കുന്നതാണ്. അതായത്
വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെ സഹോദരന്മാരെയോ ഇനി അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിവാഹം കഴിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് വിധവ വിവാഹം അല്ലെങ്കിൽ നിയോഗ എന്ന് പറയുന്നത്. അപ്പൊ നിയോഗ എന്ന വിധവ വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഭർത്താവ് രോഗബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുവാദത്തോടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ സമ്പ്രദായമാണ് നിയോഗ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ഏതെങ്കിലും ഒരാളെ പുനർവിവാഹം വിധവ വിവാഹം നടത്തുന്നതിനെയാണ് നിയോഗ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ചില സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നുമുണ്ട്. വിധവ ഭർത്താവിൻ്റെ സഹോദരനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അവർക്ക് താല്പര്യമുള്ള ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ഉണ്ടായിരുന്നു. അതിന് സമൂഹം അനുവദിച്ചിരുന്നു. ഋഗ്വേദത്തിൽ ഒരിടത്തും സതീ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഇല്ല. പിൽക്കാല കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു സതീ സമ്പ്രദായം. ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചിത കത്തിക്കുമ്പോൾ ആ ചിതയിൽ ഭാര്യ ചാടി മരിക്കുന്ന സമ്പ്രദായമാണ് സതീ സമ്പ്രദായം. ഋഗ്വേദ കാലഘട്ടങ്ങളിൽ, പ്രാചീന കാലഘട്ടങ്ങളിൽ സതീ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അപ്പം അതിനർത്ഥം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശൈശവ വിവാഹം ആ കാലഘട്ടങ്ങളിൽ അജ്ഞാതമായിരുന്നു. ശൈശവ വിവാഹം ഉണ്ടായിരുന്നില്ല. വിവാഹപ്രായം 14 മുതൽ 17 വരെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ശൈശവ വിവാഹം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികളുടെ വിവാഹം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ് നടത്തിയിരുന്നത്. അതിന് സ്ത്രീധനം ഒരു തടസ്സമായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ പിതൃദായക ക്രമമാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അതായത് കുടുംബകാര്യങ്ങളിൽ പിതാവായിരുന്നു പരമാധികാരിയായിട്ട് ഉണ്ടായിരുന്നത്. പിതാവിൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ ആൺമക്കൾക്ക് സ്ഥാനം ലഭിക്കുന്നത് പോലെ അതിനെയാണ് പിതൃദായക ക്രമം എന്ന് പറയുന്നത്. ആദരണീയ വിധേയത്വം എന്ന മട്ടിലാണ് സ്ത്രീകളെ പരിഗണിച്ചിരുന്നത്. വേദകാലഘട്ടത്തിൽ ഭാര്യയെ സ്നേഹത്തോടും മര്യാദയോടുകൂടിയുമാണ് പരിചരിച്ചിരുന്നത്. സഹനം, ക്ഷമ, സമർപ്പണം എന്നീ ഗുണങ്ങളുടെ മൂർത്തിഭാവമായിരുന്നു സ്ത്രീ. അതായത് സ്ത്രീകളിൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ട 3 കാര്യങ്ങളായിരുന്നു ക്ഷമ, സമർപ്പണം, സ്നേഹം, ക്ഷമ, സമർപ്പണം. ഈ 3 കാര്യങ്ങളും പുരുഷന്മാരെക്കാൾ ധാരാളമായിട്ട് സ്ത്രീകളിൽ കാണുമായിരുന്നു. ഇതിൻ്റെ അതായത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പരമാവധിയിലധികം ഈ 3 കാര്യങ്ങളും ഇവരിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെയും ഗുണങ്ങളുടെ 3 ഗുണങ്ങളുടെ മൂർത്തിഭാവമായിരുന്നു സ്ത്രീ. മതപരമായ ചടങ്ങുകളിലും യാഗങ്ങളിലും പുരുഷനും സ്ത്രീക്കും തുല്യ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. അതായത് പൊതുപരിപാടികളിലും മതപരിപാടികളിലും യാഗപരിപാടികളിലെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാമായിരുന്നു. പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണ് പങ്കെടുത്തിരുന്നത്. ഋഗ്വേദത്തിൽ നിന്നും ലഭ്യമാകുന്ന തെളിവുകൾ വെച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷന് തുല്യമായ പദവി അനുഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഏകപത്നി സമ്പ്രദായമാണ് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നത്. അതായത് ഏകപത്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക. ഈ ഒരു സമ്പ്രദായമാണ് ധാരാളം ഉണ്ടായിരുന്നത്. അതിനെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അപൂർവമായി ബഹുഭാര്യത്വം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വിധവകൾക്ക് ഭർതൃ സഹോദരനെ പുനർവിവാഹം ചെയ്യാൻ അനുവദിച്ചിരുന്നു. വിവാഹം എന്നത് നിർബന്ധമായ പ്രക്രിയയായി കരുതിയിരുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. ഇനി വിവാഹം കഴിക്കുന്നില്ല, അവിവാഹിതയായി തുടരുകയാണ് എന്ന് വരികയാണെങ്കിൽ അങ്ങനെ തുടരാവുന്ന സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങളൊക്കെ നൽകിയിരുന്നു. പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ വിദ്യാഭ്യാസ അവസരങ്ങളും അവകാശങ്ങളും പ്രാചീന കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയിരുന്നു എന്നാണ്
ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പിൽക്കാല വേദകാലഘട്ടമാണ്. പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിയിൽ താഴ്ച സംഭവിച്ചു. പ്രാചീന കാലഘട്ടങ്ങളിൽ ഇവർക്ക് തുല്യാവകാശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീകളുടെ പദവിക്ക് താഴ്ച സംഭവിച്ചിട്ടുണ്ട്. സാമൂഹികവും മതപരവുമായ രംഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിച്ചു നിർത്തുവാൻ തുടങ്ങി. സാമൂഹികവും മതപരമായിട്ടുള്ള പൊതുപരിപാടികൾ, യാഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം സ്ത്രീകളെ ഒഴിച്ചു നിർത്തി തുടങ്ങി. ശുദ്ധി, വിശുദ്ധി തുടങ്ങിയവ സ്ഥാനം പിടിച്ചു. ശുദ്ധി, സ്ത്രീകളുടെ ശുദ്ധി, വിശുദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ഥാനം പിടിച്ചു. മാത്രമല്ല കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പദവിയും സ്വത്തവകാശവും കൈവരിക്കുവാൻ തുടങ്ങി. അതായത് പിതൃദായകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ പുരുഷന്മാർക്ക് മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണം കൈവന്നു. അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം വന്നു. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. 14-17 കാലഘട്ടം എന്നുള്ളത് താഴേക്ക് വന്നു. മാത്രമല്ല പുരുഷന് പുനർവിവാഹം ആകാമായിരുന്നു, എന്നാൽ സ്ത്രീകൾക്ക് പുനർവിവാഹം കഴിക്കാമായിരുന്നു, പക്ഷേ പുനർവിവാഹത്തെ കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഈ പിൽക്കാല വേദകാലഘട്ടത്തിൽ തകർച്ച നേരിടുകയാണ് ചെയ്തത്. പിന്നെ ഇതിഹാസങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മാതൃകാ സങ്കല്പങ്ങളായി വാഴ്ത്തപ്പെട്ടു. അതായത് ചില ഇതിഹാസ സ്ത്രീകളായിട്ടുള്ള ചിലർ ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു, പക്ഷേ അവർ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും അവരെല്ലാം മാതൃകാ സങ്കല്പങ്ങളായിട്ട് വാഴ്ത്തപ്പെടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇതേ സമയം സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ പദവികളും മറ്റു കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും യാഥാർത്ഥ്യത്തിൽ സ്ത്രീകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിക്രമങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് പിൽക്കാല വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിയെക്കുറിച്ച് വിവരിക്കുക. ജൈനമത, ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സാമൂഹിക പദവി ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സാമൂഹികപരമായിട്ട് ഉയർന്ന പദവികൾ അലങ്കരിക്കുവാൻ പ്രസ്തുത മതങ്ങൾ അനുവദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും സംഘത്തിൻ്റെ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അനുവദിച്ചിരുന്നു. അപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ പൊതുപരിപാടികളിലും മതപരമായ പരിപാടികളിലും സ്ത്രീകൾക്ക് അതിനുള്ള അവകാശം അനുവദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വേർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ധർമ്മശാസ്ത്രാസ്. ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി കുറയാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇനി ധർമ്മശാസ്ത്ര കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവികളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായിട്ടുള്ള സാമ്പത്തികവുമായിട്ടുള്ള പദവികൾ കുറഞ്ഞു. എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട അവസ്ഥ കൈവന്നു. അതായത് സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് ആധിപത്യമുണ്ട് എന്നുള്ള സ്ഥിതിയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കൈവന്നത്. സ്ത്രീകൾ അവഗണിക്കപ്പെടുവാൻ തുടങ്ങി. സാമൂഹിക പെരുമാറ്റ മാതൃകകളും നിയമങ്ങളും നിലവിൽ വന്നു. ഈ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിരുന്നു, ധർമ്മശാസ്ത്ര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു മനുസ്മൃതി. മനുസ്മൃതി സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു.
സ്ത്രീകളുടെ സാമൂഹിക പങ്ക് ഇതുകൊണ്ട് തന്നെ പരിമിതമാക്കപ്പെടുകയും ചെയ്തു. അതുപോലെ യജ്ഞവാൽക്യ എന്ന് പറയുന്ന മറ്റൊരു കൃതിയാണ് ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ മറ്റൊരു കൃതിയാണ് യജ്ഞവാൽക്യ എന്ന് പറയുന്നത്. യജ്ഞവാൽക്യ സ്മൃതിയിൽ പ്രായപൂർത്തിയാകാതെ കുട്ടികളെ വിവാഹം കഴിക്കുന്നത് പാപമായി പരാമർശിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മുമ്പ് ശൈശവ വിവാഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മാത്രമല്ല വിവാഹപ്രായം കുറഞ്ഞു വന്നു. പിന്നീട് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ 14 മുതൽ 17 വയസ്സ് വരെയായിരുന്നു വിവാഹപ്രായത്തിൻ്റെ കാലഘട്ടമെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു? വിവാഹപ്രായം കുറഞ്ഞു വന്നു. മാത്രമല്ല വിവാഹം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാമൂഹിക ആചാരമായി മാറുകയും ചെയ്തു. സ്മൃതികളിൽ അവിവാഹിതയായ സ്ത്രീക്ക് മോക്ഷത്തിന് അർഹതയില്ല എന്ന് ഉദ്ഘോഷിച്ചു. അതായത് ഒരു സ്ത്രീക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അവൾ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പുരുഷന് സ്ത്രീയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിനുള്ള അവകാശം നൽകപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് മേൽ പുരുഷന് ആധിപത്യം ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല വിധവ പുനർവിവാഹം നിരുത്സാഹപ്പെടുത്തുവാനും തുടങ്ങി. അതുപോലെ സതീ സമ്പ്രദായം വ്യാപകമായി തീരുകയും ചെയ്തു. ചുരുക്കത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവി ഏറ്റവും മോശമായ സാമൂഹ്യ സ്ഥിതിയിലേക്ക് മാറുവാൻ തുടങ്ങിയത് ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടങ്ങളിലാണ്. ഇനി നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു? അതിൻ്റെ ആൻസർ നോക്കൂ. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി കുറവായിരുന്നു. പർദാ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി വന്നത് മധ്യകാലഘട്ടങ്ങളിലാണ്. അപ്പോൾ മുസ്ലിങ്ങളായുള്ള സ്ത്രീകളൊക്കെ പർദ ധരിക്കുന്ന സമ്പ്രദായം ഉയർന്നു വന്നത് മധ്യകാലഘട്ടത്തിലാണ്. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. ബഹുഭാര്യത്വം വർദ്ധിച്ചു. ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും വ്യാപകമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെയധികം മോശമാവുകയാണ് ചെയ്തത്. വിവാഹം പെൺകുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി. 15ാം നൂറ്റാണ്ടിൽ രാമാനുജാചാര്യ തുടങ്ങിവെച്ച ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ സാമൂഹികവും മതപരവുമായിട്ടുള്ള ജീവിതത്തിൽ പുതിയ പ്രവണതകൾ കാണാൻ തുടങ്ങിയത് ഈയൊരു കാലഘട്ടത്തിലാണ്. അതിന് കാരണമായതും ഈയൊരു ഭക്തിപ്രസ്ഥാനമായിരുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചത് ഭക്തിപ്രസ്ഥാനമാണ്. മതസ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹ്യമായ ചില സ്വാതന്ത്ര്യങ്ങളും അവർക്ക് നൽകിയിരുന്നു, അവർ നേടിയെടുത്തു. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി താണതായിരുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളും ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു. റസിയയും നൂർജഹാനും പ്രഗത്ഭരായ ഭരണാധികാരിയായിരുന്നു. സുൽത്താന റസിയ, നൂർജഹാൻ ഇവരൊക്കെ മുഗൾ കാലഘട്ടങ്ങളിലെ പ്രഗത്ഭരായ പ്രഗത്ഭരായ ഭരണാധികാരികളായിരുന്നു. അതുപോലെ ഹിന്ദുക്കൾക്കിടയിൽ രൂപവതിയും പത്മാവതിയും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തുവാൻ അവർ കാരണക്കാരായി. ലക്ഷ്മി ദേവി, മീരാബായി എന്നിവരും ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായിട്ടുള്ള വനിതകളാണ്. അപ്പോൾ മധ്യകാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി അവർക്ക് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്.
ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ വിവരിക്കുക. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അതിൻ്റെ ആൻസർ നോക്കൂ. ആധുനിക യുഗത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തത് ബ്രിട്ടീഷ് യുഗം, രണ്ടാമത്തത് സ്വാതന്ത്ര്യാനന്തര യുഗം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടം. ആദ്യം ബ്രിട്ടീഷ് യുഗമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ വലിയ അവസ്ഥക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അവരുടെ അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ ദയനീയ സ്ഥിതി ഗവൺമെന്റ് ആകർഷിക്കപ്പെട്ടു. സ്ത്രീകളുടെ ദയനീയ സ്ഥിതിയിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. സതി, ശൈശവ വിവാഹം, ബഹുഭർത്തൃത്വം, ബഹുഭാര്യത്വം, ദേവദാസി സമ്പ്രദായം, നിരക്ഷരത എന്നിങ്ങനെ സമൂഹത്തെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹിക ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ വലിയ രീതിയിലുള്ള മതപരമായിട്ടൊക്കെയുള്ള അനാചാരങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നത്. അതിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു സതീ സമ്പ്രദായം, ശൈശവ വിവാഹം, ബഹുഭർത്തൃത്വം, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക, അതുപോലെ ബഹുഭാര്യത്വം, ഒരു ഭർത്താവിന് ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടാവുക, പിന്നെ അതുപോലെ ദേവദാസി സമ്പ്രദായം, നിരക്ഷരത തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇത്തരത്തിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. സതി നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. സതി നിയമം സതി നിരോധനം കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവര് നന്നായിട്ട് പ്രയത്നിച്ചു. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അവസര സമത്വത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം തുടങ്ങിയവ ഈ ഒരു കാലഘട്ടങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സതി നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, ഇതെല്ലാം ഇവരുടെ കാലഘട്ടങ്ങൾ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ ശക്തിപ്പെട്ടു. ജ്യോതിബ ഫുലെ, നേരത്തെ പറഞ്ഞല്ലോ, ജ്യോതിബ ഫുലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ്, കേശവ ചന്ദ്ര സെൻ, ഗോവിന്ദ റാനഡെ തുടങ്ങിയ പരിഷ്കർത്താക്കളായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ പ്രവർത്തന ഫലമായിട്ട് സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് ഗാന്ധിയൻ യുഗത്തിൽ വളരെ ശക്തിപ്പെടുകയുമാണ് ചെയ്തത്. ഈ കാര്യങ്ങളാണ് ബ്രിട്ടീഷ് യുഗത്തിൽ സ്ത്രീകൾക്ക് മുമ്പത്തേക്കാളും വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യവും മാറ്റവുമാണ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര യുഗത്തെ കുറിച്ചാണ്. ജനുവരി 26 നിലവിൽ വന്ന തുല്യ അവസരം, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം, 26 തുല്യ അവസരം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തുല്യ അവസരം, അതുപോലെ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയിട്ട് വന്നുള്ള നിയമവ്യവസ്ഥകളാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് വന്നിട്ടുള്ള നിയമവ്യവസ്ഥകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് 1954 പ്രത്യേക വിവാഹ നിയമം, 1955 ഹിന്ദു വിവാഹ നിയമം, 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം, 61 സ്ത്രീധന നിരോധന നിയമം, 76 തുല്യവേതന നിയമം, 76 ശൈശവ വിവാഹ നിയന്ത്രണ നിയമം, 76 കരാർ തൊഴിൽ നിയമം,
86 കുടുംബ കോടതികൾ, 87 സതി നിരോധന നിയമ കമ്മീഷൻ തുടങ്ങിയ നിയമവ്യവസ്ഥകളിലൂടെ സ്ത്രീകൾക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വലിയ പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു കാലഘട്ടങ്ങളിലും ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിലും പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള പുരുഷന്മാരുടെ ആ ഒരു തുല്യ പദവി ഇപ്പോഴും സ്ത്രീകൾക്ക് ലഭ്യമായിട്ടില്ല. മാത്രമല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളാണ് 32ാമത്തെ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.